ബ്ലോക്ക് അടിക്കും. എന്റെ സെക്കൻഡിൽ അത്ര എത്തിയില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കൂടുതലും സസ്പെൻസ് ആ ഒരു എലമെന്റ്സ് ആണ് കൂടുതലും ഇത് ചെയ്തത്. പക്ഷെ ഇത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ജിത്തു ഒരു കാര്യം പറഞ്ഞിരുന്നു. ജോർജ് കുട്ടി ഒരു ക്യാരക്ടർ ആർക്കിലൂടെയാണ് പടം പോകുന്നത്, ഇമോഷണൽ കണക്ഷനിലൂടെയാണ് കടം പോകുന്നത്. ആ ഒരു ക്യാരക്ടർ ഇത്ര വർഷത്തുള്ളിൽ എങ്ങനെ മാറും എന്നാണ് അത് കാണിച്ചേക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിന്റെ മാറ്റം, അത് ഒരു മനുഷ്യസഹജമായ മാറ്റം, അത് ആ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, ക്ലൈമാക്സിൽ അത് നല്ലോണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരു മനുഷ്യൻ എങ്ങനെ മാറും എന്നുള്ളത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനൊക്കെ ഒന്നും പറയാനില്ല. ജിത്തു ജോസഫ് റീസെന്റ് ആയിട്ടുള്ള പടങ്ങളെല്ലാം കോശം അറിയാലോ. പക്ഷെ വെൻ ഇറ്റ്സ് കം ടു മോഹൻലാൽ അതുപോലെയാണിത്. ജിത്തു ജോസഫ് മോഹൻലാലിനെ എങ്ങനെ ചെയ്യുന്നു ജിത്തു ജോസഫ് അറിയാം. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ മ്യൂസിക് ഈ രണ്ട് സിനിമകളെക്കാളും കുറച്ചുകൂടെ ഇത് വെച്ചിട്ട് ഇതിനകത്ത് കുറച്ചുകൂടെ ത്രില്ലിംഗ് മൊമെന്റ്സ് കൂടുതലായിട്ട് അറിയുന്നുണ്ട്. മറ്റേ ഈ മ്യൂസിക്കിലൂടെ തന്നെ മറ്റേ ത്രില്ലിംഗ് ആയ മ്യൂസിക് കുറേ വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ത്രില്ലിംഗ് മൊമെന്റ്സ് തോന്നാൻ വേണ്ടി. ബാക്കി രണ്ട് സിനിമകളെക്കാളും ഇമോഷണേക്കാൾ കൂടുതൽ ത്രില്ലിങ്സ്, ഇത് കൂടുതലും നടന്നു പോകുന്ന ആ പുള്ളിയുടെ ഇമോഷൻസിലൂടെ തന്നെയാണ്. അത് സൂപ്പറായിട്ട് പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേക്കിംഗ് സെക്കൻഡ് പോലെ തന്നെ, അതുപോലെ തന്നെ അതേ ഉള്ളൂ. പിന്നെ ഒട്ടും മോശം പറയാൻ പറ്റില്ല. എനിക്ക് മ്യൂസിക് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അഭിനേതാക്കളുടെ രീതി, അത് ലാലേട്ടാണ് സത്യം പറഞ്ഞ ലാലേട്ടാണ് എല്ലാം ചെയ്യാനുള്ളത്. പുള്ളി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളല്ലേ അവസാനം എൻഡിങ് ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത രീതി അത് അടിപൊളിയായിരുന്നു. അത് അതിന്റെ ഇത് സ്ക്രിപ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം, അത് ചെയ്ത് വെച്ച രീതി അടിപൊളിയായിരുന്നു. നല്ല ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ദൃശ്യം ടൂവിന്റെ അത് കഴിയുമ്പോ ഒരു അതുണ്ടല്ലോ, ആ ഒരു എന്താ 14 ലക്ഷം അത്രയും തോന്നിയില്ല. എന്നാലും സൂപ്പർ ആണോ, എന്നാലും നല്ലോണം ഫാമിലി ആൾക്കാർക്ക് എന്തായാലും കയ്യിൽ എടുക്കാൻ പറ്റിയ സാധനം ചെയ്ത് വെച്ചിട്ട്.